ബ്രദറെ ഒരു 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 സെക്കൻഡ് ഞാൻ എല്ലാം നടക്കാൻ പോയത് ഒത്തിരി സന്തോഷം. കാരണം അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് നമ്മളിന്ന് എന്ന് വിചാരിക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ സാധിക്കുന്നവർക്ക് ഒന്ന് രണ്ട് പേർക്കൊക്കെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മുഖത്തേക്ക് നോക്കി. ഞാൻ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച US എന്നുള്ള ഒരു കൂട്ടായ്മയുണ്ട്. അവർക്ക് ഇതുവരെ വചനം കൊടുക്കാനായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ 3-4 പേരൊക്കെ ഓൺ ചെയ്ത് വെച്ചു. അപ്പോൾ അതിൽ ഒരാളിങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ പരസ്പരം ഒന്ന് കണ്ടു പറയുമ്പോൾ ഒരു ബന്ധത്തിലാണ്. അപ്പം എനിക്ക് തോന്നി ശരിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ വന്നപ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ഈ മറിഞ്ഞിരുന്നല്ല സാധിക്കുന്നില്ല, എല്ലാവർക്കും പറ്റിയതായിരിക്കും, എങ്കിലും ഒന്ന് രണ്ട് പേർക്കൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ അത് വിശ്വസിക്കണം. നമുക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. അമ്മച്ചിയും കൂടെ ഉണ്ടല്ലേ, ഹല്ലേലൂയ. അപ്പോൾ അടുത്തൊരു സ്റ്റേജിലേക്ക് കടത്താൻ നമ്മൾ ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ അംഗീകരിക്കണം. ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്ന അടുത്തൊരു സ്റ്റേജ്, ആത്മീയ ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ ചവിട്ടി ചവിട്ടി നമ്മൾ കയറുമ്പോഴാണ് നമ്മളതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 ദിവസക്കാലം കർത്താവ് നമ്മളെ വിവിധങ്ങളായ തരത്തിൽ നമ്മളെ നയിച്ചു ഓരോ ദിവസവും. ഇന്നും കർത്താവ് നമ്മളെ നയിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ 1 പത്രോസ് 5:11 അതല്ലേ വചനം? ആധിപത്യം കർത്താവിൻ്റെതാണ്. ശരിക്കും ഈ ആധിപത്യം കർത്താവിൻ്റെതാണ്. ഈ ആധിപത്യം ദൈവം നമുക്ക് തന്നു എന്ന ഒരു വെളിപാട് നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിൻ്റെതാണ് ആധിപത്യം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വചനം, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആധിപത്യം, ദൈവത്തിൻ്റെ ആധിപത്യം ദൈവം മനുഷ്യന് നൽകി. ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം എന്ന് എടുത്താൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:1, ഞാൻ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തൊക്കെ നോക്കുന്ന നല്ലതാണ്. 1-2 പേരൊക്കെ വീഡിയോ ഒക്കെ ഓൺ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ലതാണ്. ഞാൻ നിർബന്ധിക്കുന്നതല്ല, സാഹചര്യം ഉണ്ടെങ്കിൽ. വചനത്താൽ, അതായത് ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലം സൃഷ്ടിച്ചു, ജ്ഞാനത്താൽ മനുഷ്യന് രൂപം നൽകി, സൃഷ്ടിയുടെ മേൽ ആധിപത്യം വഹിക്കുവാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കുവാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കുവാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി 1:26 പറഞ്ഞു നമുക്ക് സകലത്തിന് മേൽ ആധിപത്യമുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 1, 2, 3 വചനം പറയുന്നു സകലത്തിന് മേലും നമുക്ക് ആധിപത്യമുണ്ട്. ഹല്ലേലൂയ. ഇനി പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം പറയുന്നു, ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി, എന്നാൽ ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേലും ഇപ്പോൾ ആരെ അധികാരി എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരുമാണ്, ദൈവ മക്കളാണ് അധികാരി. ഹല്ലേലൂയ. ഇത് നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. ഇതൊരു സത്യമാണ്, ഇതൊരു രഹസ്യമാണ്. സകലത്തിൻ്റെ മേലും, ഈ പ്രകൃതിയുടെ മേൽ എല്ലാം. ഇനിയും പ്രഭാഷകൻ, ഞാൻ ഒരു വചനം വായിച്ചിട്ട് നമ്മൾ പ്രധാന വാഴ്ചത്തിലേക്ക് വരും. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തില്, സോറി 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തില് 10-11 പോലെ വചനം, നീ ചെന്ന് മലയിൽ കർത്താവിന്റെ സന്നിധി നിൽക്കുക. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി അവിടുത്തെ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. ഭൂകമ്പമുണ്ടായി, ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി, അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, കൊടുങ്കാറ്റടിച്ചു, കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. ഭൂകമ്പം ഉണ്ടായി, ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി, അഗ്നിയിലും കർത്താവില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവില്ലാത്ത കൊടുങ്കാറ്റ് നടിക്കുന്നുണ്ട്, കർത്താവില്ലാത്ത ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്,
കർത്താവില്ലാത്ത അഗ്നി ഉണ്ടാകുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവമക്കളായ നമ്മൾ ഉണർന്നില്ലെങ്കിൽ പൈശാചിക സ്വാധീനങ്ങൾ ഈ അന്തരീക്ഷത്തിന് മേൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രകൃതി ശക്തികളെ അവൻ നമുക്കെതിരെ ആഞ്ഞടിപ്പിക്കും. പ്രളയം, ഉരുളുപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ ഇതൊരു വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:19 പറയുന്നത്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടി ജീർണതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ മോചിതരാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സൃഷ്ടജാലങ്ങള് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ദൈവമക്കളുടെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വാക്കുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ പ്രകൃതിയുമായി അധികാരമുണ്ട്, ആധിപത്യമുണ്ട്, അവകാശമുണ്ട്. സകല ജീവജാലങ്ങൾ, ഇപ്പം വന്യമൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഈ ആധിപത്യത്തിൽ നിന്നാൽ, ഈ വചനത്തിലുള്ള ഈ അധികാരത്തിലാണെങ്കിൽ നമ്മളോ നമ്മുടെ പരിസര പ്രദേശങ്ങളിലോ ഈ വന്യമൃഗങ്ങൾക്കോ ഇതിനൊന്നും വരാൻ പറ്റത്തില്ല. അപ്പൊ ഈ നമ്മളിപ്പോ കാറ്റൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുങ്കാറ്റൊക്കെ അടിക്കുമ്പോൾ ദൈവമേ കർത്താവേ എന്ന് വിളിച്ച് നമ്മൾ നിലവിളിക്കല്ലേ, യേശുവിന്റെ നാമത്തിൽ കാറ്റെ നിന്നെ ശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. ചിലപ്പോൾ ആദ്യം പറയുമ്പോൾ, ചിലപ്പോൾ 2 പ്രാവശ്യം പറയുമ്പോൾ, ചിലപ്പോൾ പല പ്രാവശ്യം പറയുമ്പോഴേ ആയിരിക്കും അത് സംഭവിക്കും. കാരണം അത്രയ്ക്ക് അധികാരവും ആധിപത്യവും ഉണ്ട്. ഇപ്പൊ നമ്മളതിന് വചനം ക്ലെയിം ചെയ്ത് പറയണം. ഇപ്പം നിയമാവർത്തനം 28:12, നീ അനേകം ജനതകൾ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. അപ്പോൾ ഈ വചനത്തിലെ വാഗ്ദാനം നമ്മൾ ക്ലെയിം ചെയ്യണം. എങ്ങനെയാണ്? കർത്താവെ, നിയമാവർത്തനം 28:12 നീ കടം കൊടുക്കും, കടം വാങ്ങേണ്ടി വരികയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എൻ്റെ കടബാധ്യത മാറിയേ പറ്റി. ഈ വചനത്തിന് മാറ്റമില്ല. ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുമ്പോഴാണ് നമ്മൾ പ്രകൃതിയുടെ മേലുള്ള അധികാരവും ആധിപത്യമുള്ളവരായി തീരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലേക്ക് കർത്താവ് നയിക്കുകയായിരുന്നു. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ എഫേസോസ് ലേഖനം 3-ാം അധ്യായം 20-21 ബൈബിള് കയ്യിലുള്ള ആർക്കെങ്കിലും ഒന്ന് എടുത്തു വായിച്ചാൽ ഒരു അനുഗ്രഹമാണ്. കൂടുതൽ നമുക്ക് ഒന്നിച്ച് ധ്യാനിക്കാൻ പറ്റും. എഫേസോസ് 3-ാം അധ്യായം 20-21. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെടുത്ത് നമുക്കൊന്ന് വായിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട്. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. 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 അപ്പോൾ ഇതെന്താ വചനം പറയുന്നത്? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആമേൻ എന്ന് വാക്ക് നമുക്കറിയാം, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. അപ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്. 3-ാമത്തെ വചനം, അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക്, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് സദൃശ്യം, അതേ ശക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ വെറും ഒരു ശക്തിയല്ല വസിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ വസിക്കുകയാണ്. നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിലും കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു സംശയം വേണ്ട. ഈ ശക്തി ഒന്ന് വെളിപ്പെട്ടാൽ നമ്മുടെ സ്ഥിതി മാറും. ഇതൊന്ന് വെളിപ്പെടണം. നമ്മുടെ ഉള്ളിലുണ്ടത്, നമുക്കിത് വെളിപ്പെടണം. നമ്മുടെ ഉള്ളിൽ ഇത് വെളിപ്പെടണം. അപ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടെ ചെയ്തു തരാൻ കഴിയുന്ന. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ
ഒരുപാട് കാര്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, ഒരുപാട് നിയോഗങ്ങൾ, നമ്മുടെ കടബാധ്യത, രോഗം, തകർച്ചകൾ, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നാൽ അല്പം കൂടെ ഒന്ന് ഉയർന്ന് ചിന്തിച്ചാൽ, നമ്മിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തി ഒന്ന് വെളിപ്പെട്ടാൽ നമ്മൾ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ, എന്താ പറയുക, കുറച്ചു കൂടുതലല്ല, വളരെ കൂടുതൽ. അതിന്റെ പരിധി ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ്. വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് യേശു ക്രിസ്തുവിലും സഭയിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തി നമുക്ക് വെളിപ്പെടണം. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തില് ഈശോ ശിഷ്യന്മാരെ നേരെ വിശ്വസിച്ചുകൊണ്ട് പറയും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, പക്ഷേ അവർ പ്രകടമായ മാറ്റം ഒന്നും സംഭവിച്ചില്ല. അതാണ് സത്യം. അവരുടെ ഉള്ളിൽ ആത്മാവിനെ സ്വീകരിച്ചു. ഇതുപോലെയാണ് നമ്മൾ മാമോദീസ എന്ന കൂദാശയിലൂടെ ദൈവത്തിന്റെ ആത്മാവിനെ, ദൈവത്തെ നമ്മൾ സ്വീകരിച്ചു. നമ്മൾ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. നമ്മൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ചു. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. വീണ്ടും ജനനം മറ്റൊരു വിഷയമാണ്, അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീണ്ടും ജനനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു കുഞ്ഞ്, ഇതിനകത്ത് ഇപ്പം അൽഫോൻസ എന്ന് പറയുന്ന ഇതിലൊരു കുഞ്ഞിന്റെ പടമാണ് കിടക്കുന്നത് പ്രൊഫൈലായിട്ട്. അപ്പൊ ആ കുഞ്ഞിനെ കണ്ടാൽ ആ കുഞ്ഞൊരു പൂർണ്ണ കുഞ്ഞാണ്. അതിന് മൂക്കുണ്ട്, വായുണ്ട്, കണ്ണുണ്ട്, മുടിയുണ്ട്, നഖമുണ്ട്, ചെവിയുണ്ട്, കാലുണ്ട്, കൈയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ആ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയിട്ടില്ല. അത് ഒരു 10-23 വയസ്സോ കൊണ്ടൊക്കെയാണ് പൂർണ്ണ വളർച്ചയെത്തുന്നത്. അതുപോലെ മാമോദീസ സ്വീകരിച്ച നമ്മുടെ ഉള്ളിൽ ഈ ദൈവത്തിന്റെ ശക്തി, ദൈവം തന്നെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഇത് വളർച്ച പ്രാപിക്കണം. അതുകൊണ്ട് ഗലാത്തി 4:19 അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്, നിങ്ങളെ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുന്നത്, എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി രൂപപ്പെടുക, അല്ലെ അത് വെളിപ്പെടുക, അല്ലെ അത് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് വരെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് വിഷമത്തിലിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാം പുറയിൽ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, സത്യമാണ്. എന്നാൽ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യവും നിയോഗം എന്ന് പറയുന്നത് ഈ ശക്തി ഒന്ന് തുറന്നു കിട്ടണം, ഇതൊന്ന് വെളിപ്പെടണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് ഈ ശക്തിയെക്കുറിച്ച് പറയുന്നത് സൂപ്പർ നാച്ചുറൽ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്, അതിസ്വാഭാവിക തലത്തിലുള്ള പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്നത്. അതിസ്വാഭാവിക തലത്തിൽ സൂപ്പർ നാച്ചുറൽ പവറാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പവർ ഒന്ന് റിലീസ് ചെയ്താൽ നമ്മുടെ സ്ഥിതി മാറി, നമ്മുടെ ജീവിതം മാറി. ഇപ്പൊ ഇന്നലെ ഷിബിവർദ്ധയോട് സൂചിപ്പിച്ചായിരുന്നു, എല്ലാവരും സാധാരണ വ്യക്തികള് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കടന്നു പോകുന്നവരാണ്. അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഒരു യാഥാർത്ഥ്യം, നമ്മൾ അങ്ങനെ പോകേണ്ടവരല്ല. നമ്മൾ ആരും അങ്ങനെ പോകേണ്ടവരല്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ സകല സമ്പത്തിന് നമ്മൾ അവകാശികളാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഈ പ്രകൃതി, ഇവിടുത്തെ വിഭവങ്ങള്, ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ഏതാണോ, ഈ അവസ്ഥയിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് നമുക്കൊരു മാറ്റം ആവശ്യമാണ്. അപ്പൊ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. ഇപ്പൊ നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്, പല സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അല്ല ഞാൻ പള്ളിയിൽ പോയി, അല്ല 9 ദിവസം നൊവേനയില്ലേ, അതല്ലെങ്കിൽ 10 കുർബാനയിൽ ഞാൻ പങ്കെടുത്തു, അല്ലെങ്കിൽ ഞാൻ ഉപവാസം അനുഷ്ഠിച്ചു, അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ എന്താ സത്യം? മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് വന്നു കഴിഞ്ഞു. ഈ കർത്താവിനെ നമ്മൾ പ്രവർത്തിക്കാൻ തുറന്നു കൊടുക്കുന്ന വഴി, രൂപപ്പെടുത്തുന്നത് വഴിയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമാകുന്നത്. പുറത്തുനിന്ന് ഇനി ഒരു ദൈവം വന്നല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്. അവൻ ഇമ്മാനുവലാണ്. അവൻ നമ്മോട് കൂടെ, നമ്മുടെ ഉള്ളിൽ ദൈവമക്കൾ എന്ന പദവിയിൽ നമ്മളെ കർത്താവിൻ്റെതാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതന്നെ ഈ ശക്തി വെളിപ്പെടണം.
ഈ ശക്തി ഒന്ന് റിലീസ് ചെയ്യപ്പെടണം. ഇത് വെളിപ്പെട്ടാൽ നമ്മുടെ ജീവിതം മാറും. പലപ്പോഴും എങ്ങനെയാ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, രോഗങ്ങൾ വരും, കടബാധ്യതകൾ വരും, തകർച്ചകൾ വരും, ഒക്കെ വരുമ്പോഴും നമ്മളൊക്കെ പതറിപ്പോകാറുണ്ട്. നമ്മുടെയൊക്കെ മനസ്സ് പതറാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, നല്ല വിശുദ്ധ ജീവിതമൊക്കെ നയിക്കും, ഒക്കെ ശരി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ എല്ലാം ജീവിതം പരിശോധിച്ചാൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളാണ് കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയാക്കിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഒരു ശക്തി വെളിപ്പെടാൻ 3 തരത്തിലുള്ള ഒരു പ്രോസസ്സിങ് നമുക്ക് അതിലൂടെ കടന്നു പോകേണ്ടി. 3 തരത്തിൽ. 1, വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാണ്. 2, വിശ്വാസത്തിന്റെ ഒരു സഹനമുണ്ട്. 3, വിശ്വാസത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. 3 തലങ്ങളിലൂടെയാണ് ഇത് വെളിപ്പെടുന്നത്. നമുക്കിനി യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലേക്ക് പോകാം. ബൈബിളുള്ളവര് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലേക്ക് പോകാം. 1-ാം അധ്യായം 2 മുതലുള്ള വചനങ്ങൾ. ആർക്കെങ്കിലുമൊക്കെ വായിക്കുന്ന സന്തോഷമാണ്. നമ്മൾ അടുത്തൊരു തലത്തിലേക്ക് കർത്താവ് നമ്മൾ ഉയർത്തി. നിങ്ങൾ ആരും അങ്ങനെ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ ബൈബിളൊക്കെ വായിക്കുന്നത് നമുക്ക് ഒത്തിരി അത് അനുഗ്രഹമായി തീരും. ഒന്ന് എടുത്ത് വായിക്കാമോ? യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ. നമ്മൾ മത്സരിച്ച് വായിക്കണം. നമ്മൾ റെഡിയായിട്ടിരിക്കണം. നമ്മളിങ്ങനെ കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കേണ്ടവരല്ല. നമ്മൾ അടുത്ത തലത്തിലേക്ക് നമ്മൾ കയറി നിൽക്കണം. നമ്മുടെ ജീവിതം മാറിക്കഴിഞ്ഞു. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ, എന്താണ് വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പോൾ പുതിയ ബൈബിളിൽ കിടക്കുന്ന അറിയോ? വിവിധ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങൾ അത് മഹാസന്തോഷമായി കരുതുന്നതാണ് ഇപ്പോഴത്തെ പുതിയ ബൈബിളിൽ അത് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ വീഴുമ്പോൾ നിങ്ങൾ അത് മഹാസന്തോഷമായി കരുതുന്നത്. വെറും സന്തോഷമല്ല, മഹാസന്തോഷം. അപ്പോൾ വിശ്വാസത്തിലൊരു പരീക്ഷണമുണ്ട്. ഈ വിശ്വാസത്തിലെ പരീക്ഷണത്തിൽ നമ്മൾ കടന്നു പോകണം. അത് 3 തലത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. 1, വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിലുള്ള സഹനം, വിശ്വാസത്തിലുള്ള പ്രാർത്ഥന. അപ്പോൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾ മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ആ ഒരു മഹാസന്തോഷത്തിലേക്ക്. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം എനിക്ക് എന്തിനീ രോഗം തന്നു, എന്തിനീ തകർച്ച വന്നു, എന്തിനീ കടബാധ്യത തന്നു. അത് പറയാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ദൈവം ചെയ്യത്തില്ല. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ കയറി. അത് കയറാനുള്ള കാരണം എന്താണ്? അങ്ങനെയൊക്കെ ചില പഠനങ്ങളൊക്കെ വന്നു. അതൊക്കെ പല കാര്യങ്ങൾ നമ്മൾ കേട്ടത് സുവിശേഷത്തിന് നിരക്കാത്തതാണെന്ന് സത്യമാണ്. അത് നമ്മൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനം നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് വിഴുങ്ങാനല്ല. നമ്മൾ 3 കാര്യങ്ങൾ നോക്കണം. 1, സഭയുടെ ഉറവിടത്തിൽ നമ്മൾ പഠിക്കേണ്ടത് 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. 1, ദൈവവചനത്തിൽ അടിസ്ഥാനം ഉണ്ടെന്ന് നോക്കുക. 2, അപ്പസ്തോലന്മാരെ പാരമ്പര്യത്തിലുണ്ടെന്ന് നോക്കുക. 3, സഭയുടെ പ്രബോധനത്തിലുണ്ടെന്ന് നോക്കുക. സഭയുടെ പ്രബോധനം അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, പിന്നെ യുക്യാറ്റ് ഉണ്ട്, പിന്നെ 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ. ഇതൊക്കെയാണ് അടിസ്ഥാനമായിട്ട്. ഇനി അതല്ലെങ്കിൽ വത്തിക്കാൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ വിവിധ പരീക്ഷകളാകപ്പെടുമ്പോൾ നിങ്ങൾ മഹാസന്തോഷിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു തകർച്ച വന്നു, ഒരു കടബാധ്യത വന്നു, ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു, നമ്മൾ മഹാസന്തോഷിക്കുകയാണ്. ദൈവം നമ്മളെ പരീക്ഷിക്കത്തില്ല, എന്നാൽ നമുക്ക് പരീക്ഷയുണ്ട്. നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പരീക്ഷകളിലൂടെയാണ് നമ്മുടെ കഴിവ് തെളിയിക്കുന്നതും നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നതും. പരീക്ഷകൾ നിർബന്ധമാണ്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, ഓരോ തരത്തിലാണ്. എന്നാൽ നമുക്ക് അപ്രാപ്യമല്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, അത് ഉറപ്പാണ്. പിന്നെന്താ പ്രശ്നങ്ങൾ? നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, അത് ഭയങ്കര ഒരു ഡിസ്റ്റർബ് ആകും. ഇപ്പൊ പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വചനത്തില് ഈ വിഭജിത ഹൃദയം എന്ന് പറയുന്നുണ്ട്. എന്ന് പറയാൻ 2 നിലപാടുള്ള ഹൃദയം. അത് ഇവിടെ പറയുന്ന ഇങ്ങനെയാണ്: വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് സ്ഥിരത ലഭിക്കുന്നത്. ഈ
ആലപ്പുഴ ഭാഗത്തുള്ളവരൊക്കെ കായലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാഴ്ച കാണാൻ, കായലിലൊക്കെ ഈ വലിയ തെങ്ങിന്റെ കുറ്റികൾ, തെങ്ങിന്റെ തടികൾ കായലിൻ്റെ ഒക്കെ നടുക്ക് ഒക്കെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അതിങ്ങനെ ചെങ്ങാടത്തിലും വള്ളത്തിലൊക്കെ കൊണ്ടുപോയി കുറേ ആൾക്കാർ ഇതെടുത്ത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കുത്തും. കുത്തിയിട്ട് അതിങ്ങനെ വട്ടത്തിൽ പിടിച്ചിട്ട് കറക്കും. കറക്കിയിട്ട് അത് ഊരും, വീണ്ടും ഊരി പൊക്കും, വീണ്ടും കുത്തും. അങ്ങനെ പല തവണ ഊരുകയും പൊക്കുകയും ആട്ടുകയും കുത്തുകയൊക്കെ ചെയ്ത് അവസാനം ഈ സാധനം ഉറയ്ക്കും. ഇതുപോലെ നമ്മുടെ വിശ്വാസം ഇങ്ങനെ ആടിയോലഞ്ഞിരിക്കും, ചിലപ്പോൾ പതറിയെന്നിരിക്കും, ചിലപ്പോൾ പൊങ്ങിയെന്നിരിക്കും, താന്നെന്നിരിക്കും. പക്ഷെ അവസാനം ഇത് ഉറയ്ക്കണം. അതെങ്ങനെയാണ്? പരീക്ഷകളിലൂടെയാണ് ഇത് ഉറയ്ക്കുന്നത്. പക്ഷേ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു പരിശുദ്ധാത്മാവിലുള്ള ഒരു ജ്ഞാനം, ഒരഭിഷേകം നമുക്ക് വേണം. ഇപ്പൊ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരാകും. ഇപ്പൊ ഈ പരീക്ഷ ജയിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഈ സ്ഥിരത ലഭിക്കുക, അതാ വിശ്വാസത്തിലുള്ള സ്ഥിരത ലഭിക്കും. അപ്പൊ ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കും. അതിൻ്റെ ആ ഫലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ള സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്ത, സൗമ്യത, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെല്ലാം നമ്മൾ നിറയും. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ദൈവമായി, ഇതെല്ലാം നമ്മൾ നിറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വിശ്വാസം പരീക്ഷയ്ക്ക് സ്ഥിരത ലഭിക്കുമ്പോൾ ഈ സ്ഥിരതയിലൂടെയാണ് പൂർണ്ണമായ ഒരു ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി തീരുന്നത്. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഷിബി ബ്രദർ, അദ്ദേഹത്തിന് കോവിഡിന്റെ സമയത്ത് കിട്ടിയ ഒരു ജ്ഞാനമാണ് ഇങ്ങനെ കൂട്ടായ്മ രൂപപ്പെട്ടത്. കഴിഞ്ഞ 4 വർഷക്കാലമായി 3 മണി സമയത്ത് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചുകൂടുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം പങ്കുവെക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ അത് 4 വർഷം പൂർത്തിയായി 5-ാം വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ 5 ദിവസത്തെ ഒരു ധ്യാനം തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ക്രമീകരിച്ചു. 5 ദിവസവും 5 പേരുടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്ഥിരതയിൽ ഒരു പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ ഒരു തലമാണ്. അടുത്തത്, നിങ്ങൾ എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരാകും. നമ്മുടെ ജീവിതത്തിൽ ഈ പരീക്ഷകൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇത് വിജയിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും കുറവില്ലാത്തവരായി മാറ്റപ്പെടും. കാരണം നമ്മുടെ ഉള്ളിലുള്ള ദൈവശക്തി വെളിപ്പെടും. നമ്മൾ മുമ്പേ കണ്ട എഫേസോസ് 3:20-21 ശക്തി, അതായത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് യേശു ക്രിസ്തുവിലും സഭയിലും തലമുറകളോളം എന്നേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ആമേ. ഈ ശക്തി നമ്മൾ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ ഈ ശക്തി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കും. ഈ ശക്തി ആത്മാവിനെ വെളിപ്പെടുന്നത് ഈ മനസ്സിനെ നിയന്ത്രിക്കും, ശരീരത്തെ നിയന്ത്രിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ തീരുമാനങ്ങളൊക്കെ സ്വാധീനിക്കും. പിന്നെ നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ജ്ഞാനമാണ്. നമ്മൾ വെറുതെ പോയി അവിടെ ഇവിടെയും പോയി ഈ തൊഴി മേടിക്കുന്ന തരത്തിലുള്ള പണിയിലേക്ക് പോകത്തില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരാകും. അത് അടുത്ത വചനം പറയാണ്, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ ജ്ഞാനം എന്താ? പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ് ജ്ഞാനം. അപ്പോൾ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനത്തിലൂടെ നാളെ വരാൻ പോകുന്ന കാര്യങ്ങളെ കാണാൻ നമുക്ക് പറ്റും. ഇതിന് ശേഷമുള്ള മഹത്വം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വെളിപ്പെടാണ്ടിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ റോമ 8:18 ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ ഷാജി തുമ്പച്ചേരച്ചൻ്റെ പാട്ടുണ്ട്, നാളെ വരാൻ പോകുന്ന മഹിമയോർത്താൽ നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. ഈ വചനം നമ്മുടെ സഹോദരൻ പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന അച്ഛനിലൂടെ ഉണ്ടായൊരു പാട്ടാണിത്. അപ്പോൾ ഈ റോമ 8:18 നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ ഈ വചനം അവിടെ ശരിക്കും നമുക്ക് ആ വചനം ഒരു വെളിപാടായിട്ട് വരും. ഇന്നലെ പ്രിജി പറഞ്ഞു വെച്ചതുപോലെ ആ വചനത്തിലൂടെ ആ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. ഈ വചനം നമ്മൾ പറയണം, നമുക്ക് വെളിപ്പെടാൻ ഇത് മഹത്വത്തോട് ദുരിതം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്ര നിസ്സാരമെന്ന് ഞാൻ അറിയുന്നു. ഇത് പറഞ്ഞ് അഭിഷേകം പ്രാപിച്ച് ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ നന്ദി പറയണം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിലുള്ള പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഇനി അടുത്തത്, നിങ്ങൾ ജ്ഞാനം കുറവുള്ള ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. ചോദിച്ചാൽ ലഭിക്കും. ദൈവത്തോട് നമ്മൾ എന്താ ചോദിക്കുന്നത്?
നമ്മൾ കർത്താവിന് ചോദിക്കുന്നത് ഈ ഭൗതിക കാര്യങ്ങൾ മാത്രം. എന്നാൽ ജ്ഞാനം കിട്ടിയാലോ? നമുക്കറിയാമല്ലോ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മുടെ സോളമന് കിട്ടിയ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. സോളമൻ ദൈവത്തോട് ചോദിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയാണ്. ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ചു. സോളമന് ജ്ഞാനം കർത്താവ് കൊടുത്തു. എങ്ങനെയുള്ള ജ്ഞാനമാണ് കൊടുത്തത്? ലോകത്തില് അന്ന് വരെ ആർക്കും, രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന് 3-ാം അധ്യായം, അതായത് എൻ്റെ ദൈവമായ കർത്താവെ, 3-ാം അധ്യായത്തിന് 7 മുതൽ വചനങ്ങൾ. എൻ്റെ ദൈവമായ കർത്താവെ, ഭരണപരിചയമില്ലാത്തൊരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തെരഞ്ഞെടുത്തതും സംഖ്യാതീതതുമായ ഒരു മഹാജനത്തിന് നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കുവാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ പ്രാർത്ഥിക്കുകയാണ്. അത് വീണ്ടും താഴോട്ട് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ ദീർഘായുസോ ശത്രു സംഹാരമോ സമ്പത്തോ ആഗ്രഹിക്കാതെ നീ നീതി പ്രവർത്തിക്കാൻ വേണ്ട വിവേകം ചോദിച്ചതിനാൽ നിന്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. സോളമനെ പോലെ വേറൊരു വ്യക്തി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. അതാണ് സോളമന്റെ ജ്ഞാനം. അതുകൊണ്ട് അതിനോട് ചേർത്ത് കർത്താവ് ഒരു ബോണസ് കൊടുത്തു, ചോദിക്കാത്തത് മാത്രമല്ല, നീ ചോദിക്കാത്ത കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനില്ലാത്ത വിധം, സോളമനെ പോലെ സമ്പന്നനും സോളമനെ പോലെ വലിയ പ്രതാപശാലിയും സോളമനെ പോലെ കഴിവുള്ളവനുമായ മറ്റൊരുവൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. അപ്പോൾ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വേണ്ടതെല്ലാം, സമ്പത്തും സമൃദ്ധിയും എല്ലാം കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കണം? കർത്താവെ, 1, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. 2, എൻ്റെ അവിശ്വാസം പരിഹരിക്കണം. 3, കർത്താവെ, എങ്ങനെ ജ്ഞാനം എനിക്ക് നൽകണം. നമ്മുടെ പ്രാർത്ഥന മാറണം. 1, കർത്താവിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. 2, എൻ്റെ അവിശ്വാസം പരിഹരിക്കണം. 3, എന്താണ്? കർത്താവെ, എങ്ങനെ ജ്ഞാനം എനിക്ക് നൽകണം. നമ്മുടെ ബാക്കി പ്രാർത്ഥനയൊക്കെ മാറ്റിവെക്കേ, ഇത് പ്രാർത്ഥിച്ചു തുടങ്ങുക. അപ്പോൾ ചോദിക്കാത്തവയും ആഗ്രഹിക്കുന്നവരും വളരെ കൂടുതൽ നമ്മുടെ ജീവിതം സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്നെല്ലാ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ ഭൗതിക കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ്. നേടും. അത് എൻ്റെ ഒരു സഹോദരൻ കഴിച്ചും പറഞ്ഞതുപോലെ, ഇതൊക്കെ മറ്റ് മതങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇതൊക്കെ നടക്കും. ഇത് തരാൻ പിശാചിന് പറ്റും. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം, സമാധാനം അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെങ്കിലും, ഒരുപാട് നമുക്ക് സമ്പത്തുണ്ടെങ്കിലും, സ്ഥലമുണ്ടെങ്കിലും, വാഹനങ്ങളുണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും, സമാധാനം എന്ന് പറയുന്ന സാധനം അത് പരിശുദ്ധാത്മാവ് തരണം. അത് 10 സെന്റ് സ്ഥലമില്ലാത്തവർക്ക്, അല്ല ഒരു വീട് പോലും ഇല്ലാത്തവർക്ക് ധാരാളമുണ്ട്. എൻ്റെ അടുത്ത് ഒരു ബന്ധക്കോസുകാരൻ സഹോദരനുണ്ട്. അദ്ദേഹം ഒരു പണ്ട് PRDS സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയോ ഒരു സുവിശേഷം കിട്ടാൻ വേണ്ടിയായി ഒരു ബന്ധക്കോസ് ഒരു സ്വതന്ത്ര സഭയിൽപ്പെട്ട ഒരാളാണ്. നേരത്തെ അദ്ദേഹം മനുഷ്യനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈ PRDSന്റെ സ്ഥാപകനായ ഈ കുമാര ഗുരുദേവൻ എന്ന് പറഞ്ഞ ആള് പൊയ്കേൽ യോനാച്ചൻ എന്ന് പറഞ്ഞ പഴയൊരു ബന്ധക്കോസുകാരനായിരുന്നു. അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത്. വാഴ്ത്തിയിടുന്നു എന്നുള്ള പാട്ടൊക്കെ എഴുതിയതാണ്. അദ്ദേഹമാണ് പിന്നീട് താൻ പിതാവായ ദൈവമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ റൂട്ട് മാറി. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സംഭവം വന്നത്. ഈ ചെറുപ്പക്കാരന്റെ വചനം കിട്ടി. ഇദ്ദേഹം കർത്താവിനെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അദ്ദേഹം കുടുംബവും എപ്പോഴും കാണും വളരെ ഹാപ്പിയാണ്. അവർക്ക് ആകെ ഒരു 5-6 സെന്റ് സ്ഥലം, അങ്ങോട്ട് വണ്ടി പോലും, ബൈക്ക് കഷ്ടിച്ച് പോകുമ്പോൾ വഴി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ആഴ്ച 2 ദിവസമൊക്കെ ശുശ്രൂഷയ്ക്കൊക്കെ പോകും. അപ്പോൾ ഇവിടെ ചില സമയത്തൊക്കെ വലിയ വണ്ടികളൊക്കെ ഉണ്ട്, നമ്മുടെ പഠിക്കലിട്ടേച്ച് ആൾക്കാർ അവിടെ പോകും, വലിയ കാശുകാരൊക്കെ. നമ്മളാണ് ഈ സമ്പത്തും ഒക്കെ നോക്കി, അല്ലെ അവരുടെ ഇതൊക്കെ നോക്കിയിട്ടൊക്കെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ നമ്മളാണ്. അവർ പെന്തക്കോസ്തുകാരെ ചെന്ന് അവരങ്ങനൊന്നുമില്ല. ചില സമയത്തൊക്കെ 10-50 പേര് ആ കൊച്ചു വീട്ടിൽ കൂടും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചവർ എത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ 10-25 ലക്ഷം രൂപയുടെ വണ്ടിയൊക്കെ ഇട്ടേച്ചാണ് ഈ പാവപ്പെട്ടവരുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇവരെ നോക്കുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അവർ ഭാര്യയും ഭർത്താവും ഒരു അസ്വസ്ഥതയില്ല, എപ്പോഴും സന്തോഷമാണ്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ഒക്കെ ഒരു വർത്തമാനമൊക്കെ പറയും, ശുശ്രൂഷ കാര്യമൊക്കെ ചോദിക്കും, ഇതിലേക്ക് പോകുമ്പോൾ ഒന്ന് വിളിക്കും. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല, ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കൂട്ടുകാരെ പോലെ വളർന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചതാണ്, യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം മാറി. അവരിപ്പോൾ അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ കർത്താവ് ലഭിച്ചിരിക്കുകയാണ്.
വേറൊന്നും അലട്ടുന്നില്ല. 2 പിള്ളേരാണ്. മൂത്ത കൊച്ച് MCOM കഴിഞ്ഞു, രണ്ടാമൻ ഇപ്പോൾ BCOM പഠിക്കുന്നു. പിള്ളേരൊക്കെ നല്ല കുഞ്ഞുങ്ങള്, നല്ല നല്ല പിള്ളേർ. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കി വളരെ നല്ല പിള്ളേരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ലെവല് മാറും. ഇനി അടുത്ത വചനം പറയാണ്, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. നമുക്ക് രോഗം വന്നു, സൗഖ്യപ്പെടുവോ? അല്ല രോഗം ഇന്നതായിരിക്കുമോ? അല്ല വേറെ ആയിരിക്കുമോ? അതായിരിക്കും ഇത്? ഇങ്ങനെയുള്ള ചഞ്ചല പ്രകൃതം. അത് ഏശയ്യാ പ്രവാചന പുസ്തകം 28-ാം അധ്യായം 16-ാമത്തെ വചനം പറയുന്നത്, ചഞ്ചല പ്രകൃതിയായിട്ട് ഒരുത്തിന് ഒന്നും കിട്ടുകയില്ല. അതാണ് പ്രഭാഷകൻ 1:28 പറയുന്നത്, വിഭജിത ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ മുറിക്കപ്പെട്ട ഹൃദയം, 2 തരത്തിലുള്ള ഹൃദയം. അവിടെയാണോ ഇവിടെയാണ്, കയ്യാലപ്പുറം തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന രീതിയിൽ. അപ്പൊ നമുക്ക് ഒരു വിശ്വാസത്തിന്റെ ഒരു നിലപാട് വേണം. അപ്പോൾ 3 യുവാക്കന്മാരെ തീച്ചുള ഇറങ്ങി. അത് ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 27-ാമത്തെ വചനമാണ്. അപ്പൊ അവർ പറയുന്നൊരു കാര്യമുണ്ട്, രാജാവേ, ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവം. അവരുടെ വിശ്വാസത്തെ അവർ പറയുകയാണ്. അവർ ദൈവത്തിലുള്ള വിശ്വാസം. രണ്ടാമത് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ ദൈവം ഇതിൽ നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. അടുത്തത് പറയുന്നത് അവരുടെ നിലപാടാണ്, ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും നിന്റെ സ്വർണ്ണ ബിംബത്തെ ആരാധിക്കത്തില്ല. അതാണ് വിശ്വാസം. അപ്പൊ നമുക്ക് ദൈവം നന്മകളൊക്കെ തന്നാൽ ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ യോജിക്കുമ്പോൾ ഒക്കെ കെട്ടിക്കൊണ്ടിരുന്നു, രോഗമൊന്നും വരുന്നില്ല, തകർച്ചയൊന്നുമില്ല, കടബാധ്യതയില്ല, ഒരു പ്രശ്നവും. നമ്മുടെ സ്വന്തം ദൈവം നമുക്ക് നല്ലവൻ. നീ അല്ലാതെ വന്നാലോ, ഓ ദൈവം എന്നോട് ഇതെന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ. ഇതാണ് നമ്മുടെ ഈ 2 തരത്തിലുള്ള ഹൃദയം. ഏതവസ്ഥ വന്നാലും ഈ 3 യുവാക്കന്മാരെ പോലുള്ള ആ വിശ്വാസത്തിലുള്ള ദൃഢതയാണ് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ഒരു അഭിവൃദ്ധി പ്രാപിക്കുകയും എഫെസോസ് 3:20-21 പറഞ്ഞ ആ ദൈവശക്തി നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി വെളിപ്പെടുന്നത്. അപ്പൊ സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയം മനസ്കൻ, സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യമാണ്. നമുക്കറിയാം, കടൽത്തിര കടലിൽ നിന്ന് അടിച്ച് കരയിലേക്ക് വരും, വന്നതുപോലെ തിരിച്ചു പോകും, വീണ്ടും വരും, വീണ്ടും തിരിച്ചു പോകും. ഒരിക്കലും അതിന് സ്ഥിരതയില്ല. തിര ഇങ്ങനെ അടിക്കും. നമ്മുടെ എല്ലാം പലരുടെയും മനസ്സ് ഹൃദയം അങ്ങനെ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കും. ഈ തിരയടിക്കുന്നതിന് എന്ത് സംഭവിക്കും? ഈ ശരീരത്തിലെ ഹോർമോൺ ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കെമിക്കൽസ്, എൻസൈമുകൾ നമ്മുടെ ശരീരത്തെ കാർന്നു നിന്ന് രോഗങ്ങളാക്കുന്ന, ക്യാൻസർ പോലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിലൂടെയുള്ള രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തിന്റെ ജ്ഞാനം നമ്മൾ പറയുമ്പോൾ, വിശ്വാസം സ്ഥിരപ്പെടുമ്പോൾ നമ്മുടെ സ്ഥിതി മാറും. ഒരു സംശയം വേണ്ട. നമുക്ക് ചിലപ്പോൾ കടം കാണും, രോഗം കാണും, തകർച്ച കാണും, ഒരുപാട് പ്രശ്നം കാണും. പക്ഷെ ഒരിക്കലും നമ്മൾ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യത്തില്ല. നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ, യേശു ക്രിസ്തുവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും, അവനെ നമ്മൾ ആരാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തി വെളിപ്പെടും. ഈ ശക്തി അത് വെളിപ്പെട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്ന ലെവലല്ല നമ്മുടെ ജീവിതം. ഇതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ദൈവരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവരാജ്യം വരാൻ വേണ്ടി ആദ്യ ദിവസം ബിജു ബ്രദറിലൂടെ പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. മറയ്ക്കപ്പെട്ട പ്രാർത്ഥന എന്ന് സ്വർഗസ്വനായ പിതാവിനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ പഠിക്കണം. എന്നു മുതലാണ് ഈ 1200 കാലഘട്ടം വരെ സഭയിലെ വിശ്വാസികൾ, സാധാരണ വിശ്വാസികൾ ചൊല്ലിക്കൊണ്ടിരുന്നത് സ്വർഗസ്വനായ പിതാവേ എന്ന ഒറ്റ പ്രാർത്ഥനയുള്ളൂ, വേറൊരു പ്രാർത്ഥന ഇല്ലെന്ന്. അതായത് ഈ മരുഭൂമിയിലെ സന്യാസികൾ അവർ 150 സങ്കീർത്തനങ്ങൾ മാറി മാറി ചൊല്ലിക്കൊണ്ടിരുന്നു. അവർ ലത്തീൻ ഭാഷയിലാണ് ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾക്ക് ലത്തീൻ അറിയില്ല. അവർക്ക് വേണ്ടി ഈ സന്യാസികൾ 150 സ്വർഗസ്വനായ പിതാവ്, 150 സങ്കീർത്തനത്തിന് പകരമായി 150 സ്വർഗസ്വനായ പിതാവ് ക്രമപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവർക്കത് ചെല്ലുമ്പോൾ, ഓരോന്നും ചെല്ലുമ്പോൾ ഒരു കല്ലെടുത്ത് വെക്കും, ഒരു കമ്പ് വെക്കും, ഒരു അടയാളം വെച്ച്, അങ്ങനെയല്ല. അതിനുശേഷം ഒരു കയറിൽ കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഈ കയറ് അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന ഈ കൊന്ത എന്ന പോർച്ചുഗീസ് പദമാണ് കൊരന്തോ എന്ന പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എണ്ണ എടുക്കുന്ന, അങ്ങനെയാണ് ഈ ജപമാലയുടെ രൂപം വരുന്നത്. എന്നിട്ട് 1214 ഡൊമിനിക്കിന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടാണ് ജപമാല എല്ലാം പറഞ്ഞത്. ഇപ്പൊ ജപമാല ചെല്ലാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ജപമാല ചെല്ലുന്നത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ചെല്ലേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന മാറ്റിയിട്ടല്ല ചെല്ലേണ്ടത്. നമ്മൾ അതിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെയ്യണം.
അപ്പൊ ഇത് ഈ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയ്ക്ക് പകരം ഒരു പ്രാർത്ഥനയില്ല. നമ്മൾ കുർബാനയില് സീറോ മലബാർ കുർബാനയിൽ തുടക്കവും ഒടുക്കും സ്വർഗസ്വനായ പിതാവ് വിളിക്കൊണ്ട. അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വർഗസ്വനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കുർബാന സ്വീകരണ ക്രമത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെല്ലാൻ തന്നിരിക്കുന്ന പ്രാർത്ഥനയിൽ പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥന സ്വർഗസ്വനായ പിതാവേ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ കുർബാന ആരാധന ക്രമത്തിലുള്ളതാണ്. ഈ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ മനസ്സിലാക്കണം, ആദ്യത്തെ 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ അപ്പനെ വിളിക്കുക, അപ്പാ എൻ്റെ പൊന്നപ്പച്ച, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുക. അടുത്തത്, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഈ 3 കാര്യങ്ങൾ, അത് തന്നെയാണ് അവസാനത്തെ 3 കാര്യം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകട്ടെ. നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ, വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ അവസാന ഭാഗം നമ്മൾ വിട്ട് കളയുകയാണ്. ഇത് സുവിശേഷത്തിലെ ലൂക്കായിലും മത്തായിലുമാണ് ഈ സ്വർഗസ്വനായ പിതാവ് പ്രാർത്ഥനയുള്ളത്. എന്നാൽ മറ്റു ചില കയ്യെഴുത്ത് പ്രതികളിൽ ഈ പറഞ്ഞ അവസാന ഭാഗമുണ്ട്. അതുകൊണ്ടാണ് കുർബാനയിൽ ഉപയോഗിക്കുന്ന സ്വർഗസ്വനായ പിതാവിൽ രാജ്യവും ശക്തിയും മഹത്വവും ഉണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ഉപയോഗിച്ച് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ സ്വർഗസ്വനായ പിതാവ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ചെല്ലിപ്പോലെയുണ്ട്. ഒരെണ്ണം ചെല്ലിയാലും മതി. ചെല്ലുന്ന അർത്ഥം മനസ്സിലാക്കി നിർത്തി അത് അനുഭവിച്ച് ചെല്ലിയാൽ നമ്മുടെ ജീവിതം മാറും. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം, അന്നൊന്ന് വേണ്ടുന്ന ആഹാരം, അത് ശരിക്കും പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നത്. അതിലൂടെ ആ കുർബാന പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ഭൗതികമായ അപ്പവും നമുക്ക് വരും. പിന്നെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ, ക്ഷമിക്കുന്നത് പോലെയല്ല, ക്ഷമിച്ചതുപോലെയാണ്, ക്ഷമിച്ച് കഴിഞ്ഞതുപോലെ, ക്ഷമിക്കുന്നത് പോലെയല്ല, ക്ഷമിക്കാൻ പോകുന്ന പോലെയല്ല. അപ്പോൾ ഇത് ചെല്ലുമ്പോൾ ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുകയാണ്. നമ്മൾ ഏറ്റുപറയാണ്, ഞാൻ ക്ഷമിക്കുന്നു. എന്തേറ്റു പറയുന്നോ നമ്മൾ സംഭവിക്കും. ഞാൻ എന്നെ കൊണ്ട് ഒരു കഴിവില്ലെന്ന് ഏറ്റു പറഞ്ഞു നോക്കിക്കേ, ഒരു കഴിവില്ലാത്തവനാവും. ഒരു കഴിവില്ലെങ്കിലും ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ വിജയിക്കും, ഞാൻ ശക്തിപ്പെടും എന്ന് പറഞ്ഞു നോക്കിക്കേ, വലിയ ശക്തി നമ്മുടെ ഉള്ളിൽ പുറത്തു വരും. നമ്മൾ എന്തു പറയുന്നത് സംഭവിക്കും. അപ്പം അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ബോധപൂർവ്വം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഏറ്റുപറയുന്ന കാര്യങ്ങൾ, നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കുന്നത്, നമ്മൾ പറയുന്നത്, ഓരോ സമയത്തും നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, മക്കളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ദാരിദ്ര്യമൊക്കെ പറയും, സത്യം പറയുന്നത്. നമ്മൾ പറയേണ്ടത്, നമ്മളെന്താ പറയേണ്ടത്? നടക്കും മോനെ, അതെല്ലാം നടക്കും, ദൈവം നമുക്ക് നടത്തി തരും. പോസിറ്റീവ് പറയണം. നമ്മൾ എന്ത് കാണുന്നു അത് പറയണത് വിശ്വാസം. ഇപ്പൊ വിശ്വാസത്തിന്റെ പ്രവൃത്തി വരണം നമ്മുടെ വാക്കിലൂടെ. ഈ പ്രവൃത്തി വരുമ്പോഴാണ് നമ്മൾ ഒരു സംശയമനസ്കനല്ലാതെ, ചഞ്ചലപ്രകൃതമല്ലാതെ ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പം സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവൻ എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. ഇപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഒരു ദൃഢവിശ്വാസം വേണം. അപ്പൊ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികൾ നമ്മുടെ വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ വഴിയില്ല. ഇത് ഉറയ്ക്കാൻ ഇതിന്റെ ഒരു വഴി. അപ്പോൾ ഹെബ്രായ ലേഖനം 10:23 പറയുന്നുണ്ട്, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, മക്കളെ ഓർത്തുള്ള പ്രയാസമുണ്ട്, വീടില്ല, അല്ലെ കുറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? വീടില്ലാത്തൊരു പറയണം, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കൊരു വീടുണ്ടാകും, ഞങ്ങൾക്കൊരു വീട് കിട്ടിക്കഴിഞ്ഞു, യേശുനാമത്തിൽ കടബാധ്യത മാറും, യേശുവിന്റെ നാമത്തിൽ ഈ രോഗം മാറും, യേശുവിന്റെ നാമത്തിൽ മക്കൾ പഠിക്കും, യേശുവിന്റെ നാമത്തിൽ മക്കളെ പഠിപ്പിക്കാനുള്ള കഴിവെനിക്ക് കിട്ടും. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ഈ സൂപ്പർ നാച്ചുറൽ പവർ റിലീസ് ചെയ്യപ്പെടും. എഫെസസ് 3:21 ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മൾ വെളിപ്പെടുമ്പോൾ നമ്മുടെ വാക്ക് നമ്മൾ പറയുന്നത് തന്നെ സംഭവിക്കും. പ്രകൃതി പോലും നമ്മളെ അനുസരിക്കും. ഇന്ന് മഴ പെയ്യേണ്ടെന്ന് പറയാൻ മഴ പെയ്യത്തില്ല. കാറ്റടിക്കുമ്പോൾ വലിയതൊന്നും വേണ്ട, യേശുവിന്റെ നാമത്തിൽ കാറ്റെ നിന്നെ ശാസിക്കുന്നു, നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാറ്റടിക്കാൻ പറ്റത്തില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് പറയുന്ന കാര്യമാണ്. ഇത് സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കും. കാരണം നമ്മൾ ആദ്യമൊക്കെ പറയുമ്പോൾ സംഭവിക്കാം, നമ്മൾ നിർത്തരുത്, നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. പകുതി പറഞ്ഞത്. അപ്പം പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. വീണ്ടും 10-ാം അധ്യായത്തിൽ 35-ാം വചനം പറയുന്നു, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് ഈ സഹനശക്തി ആവശ്യമായിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദാനം പ്രാപിക്കാൻ സഹനശക്തി ആവശ്യമായിരിക്കുന്നു. റോമാലേഖനം 5:4 പറയുന്നുണ്ട്, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീല ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയുള്ളതാകുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കും. ഈ സ്നേഹം ഒന്ന് വെളിപ്പെടണം, ഈ ആത്മാവിന്റെ ഈ ശക്തി ഒന്ന് വെളിപ്പെടണം. അപ്പൊ കഷ്ടത നമുക്കുണ്ട്, അതിനെ നമ്മൾ കൃപയിൽ സഹനശീലം എന്ന് പുണ്യത്തിലേക്ക് കൊണ്ടുവരണം. സഹനശീലം നമ്മളെ ആത്മധൈര്യത്തിലെത്തിക്കും, ആത്മധൈര്യം പ്രത്യാശയിലെത്തിക്കും. പ്രത്യാശയിലെത്തുമ്പോൾ നമ്മുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയാതെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായി മാറും. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഒന്നുകൂടെ പറയാം. വെള്ളമെടുക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കൈ ആക്സിഡൻ്റായി തളർന്നു പോയതാണ്, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ടേ ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്ന കാര്യമുണ്ട്, ഇത് സംഭവിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു, 3 കുഞ്ഞുങ്ങളുണ്ടായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഒരു വിഷമവുമില്ല. കാരണം ഇത് സംഭവിച്ചില്ലെങ്കിൽ ഞാനൊന്ന് ജീവിച്ചിരിക്കുമെന്നോ അറിയത്തില്ല, ഞാൻ വലിയ ഒരു കൊട്ടേഷൻ തലവനായോ ഗുണ്ടാ സംഘമായോ അല്ലെങ്കിൽ അടിപിടിയൊക്കെ ഉണ്ടാക്കി ഇന്ന് എൻ്റെ ജീവൻ പോലും കാണത്തില്ല. അപ്പം ദൈവത്തിന്റെ കരുണയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിന്റെ കൈയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് എല്ലാ ജോലിയും ചെയ്യും, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം കർത്താവ് ക്രമീകരിച്ചു കൊടുക്കുന്നു. മിടുക്കരായ 3 കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾക്കപ്പുറത്ത് ചില നന്മകൾ ഒളിഞ്ഞിരിപ്പെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ മാത്രം നോക്കരുത്, നമുക്ക് ഇച്ചിരൂടെ കാണാൻ പറ്റണം മുന്നോട്ട്. ഒരു ദീർഘവീക്ഷണം, ഒരു ദീർഘക്ഷമ നമുക്ക് വേണം. ആ ദീർഘക്ഷമ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഗതി മാറും. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തില് 22 മുതലുള്ള വചനങ്ങളിൽ അബ്രാഹത്തിന്റെ വിശ്വാസത്തിൽ നിന്നുളവായ പ്രവൃത്തിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ റോമാലേഖനം പറയുന്നുണ്ട്, അബ്രാഹത്തിന് വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രാഹം പ്രവൃത്തികളാൽ അല്ല നീതീകരിക്കപ്പെട്ടു, വിശ്വാസത്താലാണ് എന്ന് പറഞ്ഞാൽ യാക്കോബിൻ ലേഖനം പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു പരസ്പര വിരുദ്ധമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താ? അബ്രാഹത്തിന് ആദ്യം ഉണ്ടായ വിശ്വാസമാണ്, പിന്നെ പ്രവൃത്തി ഉണ്ടായത്. ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ടല്ല വിശ്വാസം ഉണ്ടാകുന്നത്. ഞാൻ പള്ളിയിൽ പോകുന്നതുകൊണ്ടല്ല ദൈവനെ അനുഗ്രഹിക്കുന്നത്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് പള്ളിയിൽ പോവുകയാണ്. ഞാൻ ജപമാല ചെല്ലുന്നതുകൊണ്ടല്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് ജപമാല ചെല്ലുകയാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ടാണ് ഞാൻ വചനം വായിക്കുന്നത്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായാണ് ഈ സുവിശേഷം കേൾക്കുന്നത്. അതാണ് ഇതിനകത്തെ വെളിപാട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയല്ല, പക്ഷെ നമ്മൾ വിശ്വാസം നമ്മൾ രൂപപ്പെട്ടു നമ്മുടെ പ്രവൃത്തി ഉണ്ടാകും. ഇന്നാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ശുശ്രൂഷ സഹോദരൻ, ആ സഹോദരന് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസവും കുഞ്ഞുങ്ങളുടെ രോഗവും ഒക്കെ ആയിട്ട് കടന്നുപോവുകയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അത്യാവശ്യം നല്ല സമ്പത്തുള്ളൊരു കുടുംബത്തിലായിരുന്നു. കുറേ കാര്യങ്ങൾ കൊണ്ടൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിനകത്തൊന്നും പരാതിയില്ല അദ്ദേഹത്തിന്. പക്ഷേ ദൈവം അദ്ദേഹത്തെ സഹായിക്കും. അപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ അടുപ്പമുള്ളൊരു ആത്മീയ ബന്ധമുള്ള ഒരു സഹോദരി, ഞാൻ ആ സഹോദരി ഇടയ്ക്കൊക്കെ എന്നോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ പ്രിയപ്പെട്ട മകൻ്റെ കാര്യം പറയും. ഇന്ന് ആ സഹോദരി ഒരു 15,000 രൂപ ആ മകന് അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഒരു മെസ്സേജ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ആ മകന് അമ്മ ആശുപത്രിയിൽ 3 കുഞ്ഞുങ്ങൾക്ക് രോഗം, വാടകയ്ക്ക് താമസിക്കുന്നു, വളരെ കഷ്ടതയിൽ പോവാം എന്ന് പറയാൻ. സ്വന്തമായ വീട്, സ്ഥലങ്ങൾ, എല്ലാം ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു, ഒരു വചന പ്രഘോഷകനും കൂടെയാണ്. അപ്പോൾ കർത്താവ് ഇതുകൊണ്ട് ആ വ്യക്തി ഇപ്പം എന്തുകൊണ്ടാ മറ്റേ ആ പൈസ അയച്ചു കൊടുത്ത മകളിൽ വിശ്വാസം രൂപപ്പെട്ടപ്പോൾ ഒരു പ്രവൃത്തി ഉണ്ടായി. ആ വിശ്വാസത്തിന് ഈ പൈസ കൊടുക്കുന്ന എന്തിനാ? കിട്ടാൻ വേണ്ടി കൊടുക്കുകയല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തില് എൻ്റെ കർത്താവ് എനിക്ക് തന്നതിൻ്റെ ഒരു വിഹിതം ഞാൻ കൊടുക്കുക. അത് അനുഗ്രഹമായിട്ട് അവർക്ക് മാറും. പക്ഷെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ല കൊടുക്കുന്നത്. അതാണ് ഇന്നത്തെ വ്യത്യാസം. അപ്പോൾ ഈ ഒരു പ്രവൃത്തി വിശ്വാസമുള്ളതായി. പിന്നെ അടുത്ത വചനം പറയുന്നുണ്ട് 2:24 മുതൽ 25. റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പറഞ്ഞയക്കുകയും ചെയ്ത പ്രവൃത്തിയിലൂടെയാണ് നീതീകരിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അവൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം, ദൈവഭയം ഉണ്ടായിരുന്നു, അവളതുകൊണ്ട് പ്രവർത്തിച്ചു. അപ്പൊ നമ്മുടെ ഉള്ളിൽ വിശ്വാസം രൂപപ്പെടണം. ഈ രൂപപ്പെടുന്ന വിശ്വാസമാണ് നമ്മുടെ പ്രവൃത്തിയിലേക്ക് വരുന്നത്. നമ്മൾ പ്രജി പറഞ്ഞു വെച്ചത് അതാണ്. ഈ വചനം നമുക്ക് ഈ വചനം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ബിനോയ് ബ്രദർ ആണെങ്കിലും ബിജു ബ്രദർ ആണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാം പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടണം. നമ്മൾ അകലങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ സക്രാരിയിൽ അടച്ചിരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ കാണാൻ പറ്റണം. സക്രാരിക്കാതിരിക്കുന്ന ഈശോ അവിടെ ഇരിക്കാനല്ല ആഗ്രഹിക്കുക, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളിൽ വന്നിരിക്കാൻ, നമ്മുടെ കൂടെ ഇരിക്കാൻ, നമ്മോട് സംസാരിക്കാൻ, നമ്മളുമായിട്ട് പരസ്പരം ചിന്തിക്കാൻ, ഇതൊക്കെയാണ് ഈ കർത്താവ് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ കർത്താവിൻ്റെ ആ വലിയ ആ ഒരു സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ശക്തി ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അടുത്ത ഒരു ലെവലിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, മനോഭാവങ്ങൾ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവാരാധനയായിട്ട് വരും. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് പോലും മനസ്സിലാകാതെ അന്യഭാഷയിൽ വെളുപ്പിന് 4 മുതൽ 5 വരെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ കർത്താവ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അതിൽ ആരാധിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ആ സഹോദരിയും മക്കളൊക്കെ ഒന്നിച്ച് ആരാധിക്കുന്നത്, ഓസ്ട്രേലിയയിൽ നിന്ന് ആരാധിക്കുന്നത്. അങ്ങനെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ, വേറൊന്നുമില്ല, ആത്മാവിൽ ആരാധിക്കുക. അപ്പോൾ ആത്മാവ് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക്, ഇന്ന കാര്യങ്ങൾ ഓർപ്പിച്ച്, അതൊക്കെ പ്രാർത്ഥന വിഷയങ്ങളല്ലോ. അപ്പൊ നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഉള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുക. അതാണ് യൂദാസിന്റെ ലേഖനം 1-20 പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ കുറെ ഭക്തകാര്യങ്ങൾ ചെയ്തുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കത്തില്ല. നിങ്ങൾ എത്ര സമയം ഇരുന്ന്, നിങ്ങൾ മണിക്കൂറുകൾ ഇരുന്ന് പല പ്രാർത്ഥനകൾ ചൊല്ലിയാലും അഭിവൃദ്ധി പ്രാപിക്കത്തില്ല. അതിന് ആത്മാവുള്ള പ്രാർത്ഥന വേണം. അതാണ് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ സമരിയാക്കാരുടെ സ്ത്രീയോട് പറഞ്ഞു, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന സമയം പറയുന്നു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. യഥാർത്ഥ ആരാധകർ എന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആരാധകർ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആരാധകരാകേണ്ടവരല്ല, നമ്മൾ യഥാർത്ഥ ആരാധകരാണ്. എങ്ങനെ? നമ്മൾ ആത്മാവിലും സത്യത്തിലും. എന്ന ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവ് യേശു വഴി പിതാവിനെ ആരാധിക്കുന്ന ആരാധനയാണ് ആത്മാവിലുള്ള ആരാധന. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ മാറ്റി വെക്കണം. നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് സ്തുതിച്ചോണ്ടിരുന്നാൽ മതി. സ്തുതിപ്പ് അങ്ങോട്ട് വരും, വേറൊരു ലെവലിലേക്ക് വരും. നിങ്ങൾക്ക് 4 മുതൽ 5 വരെയുള്ള ആ കൂട്ടായ്മ ഒരു ദിവസം നിങ്ങളൊന്ന് കയറി നോക്കിയാൽ ആത്മാവുള്ള ആരാധന എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിലുള്ളവരുടെ ജീവിതത്തിൽ വന്ന പല കാര്യങ്ങളും, ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ അതിനുശേഷം വന്നൊരു ശുശ്രൂഷയിൽ ഒക്കെ വേറെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ചില ലെവലുകൾ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒക്കെ ചില നിലപാടുകൾ. അപ്പോൾ ഇതൊരു വലിയ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പൊ ആത്മാവ് ഉണരും, ആത്മാവ് മനസ്സിനെ ശരീരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും, നമ്മുടെ ഉള്ളിൽ ഈ ശക്തി വെളിപ്പെടും. പിന്നെ നമ്മൾ ചോദിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും. ഇനി അടുത്തൊരു തലമാണ് വിശ്വാസത്തിലുള്ള സഹനം. അത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-11 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സഹോദരരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകരെ, സഹനത്തിന്റെ ക്ഷമയുടെ മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ, പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിന്റെ ദീർഘസഹനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്ത് ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനാണ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ജോബിനെ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നീതിമാനും സഹനം ഉണ്ടാകാം. അതാണ് ശരിക്കും എൻ്റെ സന്ദേശം. ഇപ്പൊ ജോബിന്റെ ആ പുസ്തകത്തിലെ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നൊരു ചോദ്യം നമ്മൾ ബൈബിൾ സ്കോളേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, അത് അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത് നീതിമാന് സഹനം ഉണ്ടാകാം. അത് ഒരു അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥം സംഭവിച്ചതാണോ അല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, അത് കർത്താവ് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന് വചനം തന്നെയാണ്, ദൈവത്തിന് സ്വരം തന്നെയാണ്. എന്നാൽ യഥാർത്ഥം സംഭവിച്ചതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല കാണേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് വേണം. അപ്പൊ വിശ്വാസത്തിൽ ഒരു സഹനമുണ്ട്, ഇതിനപ്പുറം ഒരു മഹത്വം ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും അടുത്തത് യാക്കോബിന്റെ 5-ാം അധ്യായത്തിന്റെ 16 മുതൽ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുവിൻ. അപ്പൊ പാപങ്ങൾ ഏറ്റുപറയാന്ന് പറഞ്ഞാൽ പരസ്പരം, പഴയ കാലത്ത് ഇന്നത്തെ പോലെ കുമ്പസാരമില്ല, അന്ന് പരസ്പരം പറയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോൾ ഷിബി ബ്രദറിനോട് വിഷമം തോന്നി, അല്ലെങ്കിൽ അൽഫോൺസ ചേച്ചിയോട്, അല്ലെങ്കിൽ ശ്രീബിയ സിസ്റ്ററിനോട്, ഇപ്പം നമ്മൾ സിസ്റ്ററെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതൊന്ന് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു എളിമപ്പെടുത്തലാണ്, ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് താഴാൻ. അപ്പൊ അങ്ങനെ ഇപ്പൊ സൗഖ്യം പ്രാപിക്കാൻ പല രോഗങ്ങളുടെയും കാരണം ഏറ്റുപറച്ചിലില്ലായ്മയാണ്. എല്ലാ രോഗങ്ങളും അങ്ങനെ ആണെന്നില്ല. പല രോഗങ്ങളുടെയും കാരണം കർത്താവ് സൗഖ്യദായകനാണെന്നും 1 പത്രോസ് 2:24 അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു.
പെടുവെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് പ്രഖ്യാപിച്ചാൽ, ഇത് പറഞ്ഞാൽ, ഇത് വിശ്വസിച്ചാൽ, ഇത് ഏറ്റു പറഞ്ഞാൽ ഈ സൗഖ്യം നമുക്ക് പ്രാപിക്കാൻ പറ്റും. അല്ലെ? വചനം മാറ്റി എഴുതണം. വചനം മാറ്റി, വചനത്തിനകത്ത് അതിന്റെ മർമ്മം വെളിപ്പെട്ടില്ലെങ്കിൽ ഈ സുവിശേഷ, ഈ ഗ്രന്ഥം ഇത്രയും നാള് സഭയിൽ നിൽക്കത്തില്ല. ഇത് 2000-ൽ പരം വർഷങ്ങളായിട്ട് എഴുതപ്പെട്ട, 2000 അല്ല 4000-ഓളം വർഷമായി മോശ പ്രവാചകന്റെ മോശ വഴിയാണ് ഉൽപ്പത്തി മുതൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തന പുസ്തകം. അപ്പൊ 4000 ചില്ലാനും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എഴുതിയിട്ട്. അപ്പോൾ ഇതൊന്നും നിലനിൽക്കുന്നതെങ്കിൽ ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ഏറ്റു പറയണം. സൗഖ്യം നമ്മൾ ഏറ്റു പറയണം. ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് രോഗമുണ്ട്, പ്രാർത്ഥിക്കണം, അങ്ങനല്ല. എൻ്റെ രോഗത്തിന് ഞാൻ മരുന്ന് കഴിക്കണം. എൻ്റെ വിഷയത്തിന്റെ പരിഹാരം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ ദൈവത്തെ, നമ്മൾ കൂട്ടായ്മ ഇങ്ങനെ കൂടുന്നത് ഒന്നിച്ചാരാധിക്കാൻ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഭൂമിയിൽ 2 പേർ ചേർന്ന് കൊത്തിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഒന്നിച്ചു കൂടുന്ന ആത്മാവിൽ ആരാധിക്കുന്നു, ഒന്നിച്ചുകൂടി ഒരു നിയോഗം വെക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ, ആത്മാവിന്റെ നിറവ് ലഭിക്കാൻ, ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ രൂപപ്പെടുവാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളും നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ സമൂഹത്തിലും ദേശത്തും ഒക്കെ വ്യാപരിക്കും. വീണ്ടും നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകമാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നീതി എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പുതിയ നിയമത്തിന്റെ വെളിപാടനുസരിച്ച് നീതി എന്ന് പറഞ്ഞാൽ യേശുവിൽ വെളിപ്പെട്ട രക്ഷ. അപ്പോൾ യേശുവിന്റെ രക്ഷ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചൊരു വ്യക്തിയാണ് നീതിമാൻ. അപ്പൊ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകമാണ്. അടുത്ത വചനം പറയാണ്, ഏലിയ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ ദീർഘനേരം പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമി മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നെങ്കിൽ, ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ഇത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറേണ്ടത്. ഇത് നമ്മൾ അവിടെ ഇവിടെ എല്ലാം ഓടുകയാണ്. കസ്തൂരിമാൻ തന്റെ ശരീരത്തിന് പോകുന്ന കസ്തൂരി തിരക്കി പോകുന്നത് പോലെ ഈ നിധി നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. ഈ ഒരു ശക്തി നമ്മൾ വെളിപ്പെട്ടാൽ മതി. നമ്മൾ അറിവ് നമ്മളെ ചില നിലപാടുകൾ മാറ്റും, കാഴ്ചപ്പാടുകൾ മാറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന അറിവുകൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് പ്രാപിക്കുന്നതിലൂടെയാണ് ഒരുവൻ വിശ്വാസത്തില് അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള എഫെസോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങൾ നയിക്കട്ടെ. നിങ്ങൾ എല്ലാ ദിവസവും കൂട്ടായ്മ കൂടുമ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് വെക്കേണ്ട നിയോഗം ഇതാണ്: കർത്താവെ, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾ വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ അധരങ്ങളിലൂടെ ഈ ശക്തി പുറപ്പെടുന്നത് കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയോ? ഉറപ്പാണ് സംഭവിച്ചിരിക്കും. അതിൻ്റെ കൂടെ കുറെ കാര്യങ്ങൾ, ഇതുവരെയും വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് നടക്കാത്ത അനേക കാര്യങ്ങൾ അതിനോട് ചേർന്ന് വരും. അടുത്ത വചനം പറയുകയാണ്, ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെ ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് മനസ്സിലാകുകയുള്ളൂ. അവിടെ നിങ്ങൾ വിളിച്ചിരിക്കുന്ന അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. പുതിയ ബൈബിളില് ഹൃദയത്തിന്റെ കണ്ണുകളെ എന്നാണ് പറയുന്നത്. ഹൃദയം എന്ന് ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ആലോചനകള്, നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഹൃദയത്തിലാണ്. അത് ഇവിടേക്ക് സാധനമല്ല, അത് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കട്ടെ. ഈ കണ്ണൊന്ന് തുറക്കണമെങ്കിൽ എന്താ? ജ്ഞാനത്തിന്റെ വെളിപാടിന്റെ ആത്മ നമ്മൾ വരണം. അത് വരാൻ നമ്മൾ ഇതിനെ പ്രാർത്ഥിക്കണം, കർത്താവിന് ചോദിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചോദിക്കണം, അല്ലെ ദൈവത്തെ ആരാധിക്കണം. ഇതിന് ഈ നിയോഗം വെച്ച് വീണ്ടും 19-ാമത്തെ വചനം, അതുവഴി എന്ന് പറയും ജ്ഞാനത്തിന്റെ വെളിപാടിന് ആത്മാവ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതുവഴി അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായി നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. അതുവഴി അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി അവന്റെ യേശുവിന്റെ
അവന്റെ മഹത്വമേറിയ പ്രവർത്തനത്തിന് അനുസൃതമായി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് നൽകിയ ആ വാഗ്ദാന പ്രകാരം ആ ആത്മാവിന്റെ പ്രവർത്തനത്തിന് വഴിയായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തി എന്ന് പറഞ്ഞാൽ ആർക്കും തുലനം ചെയ്യാത്ത പോലുള്ള അത്ര വലിയ ആ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ. അടുത്ത വചനം പറയാണ്, ക്രിസ്തുവിനെ മരിച്ചവനെ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ക്രിസ്തുവിനെ മരിച്ചവനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെ ഉള്ളില്, മാമോദീസ സ്വീകരിച്ച സകലരുടെ ഉള്ളില്. അതുകൊണ്ട് ഇനി നമ്മൾ ബലഹീനനാണ്, പാപിയാണ്, ഏഴയാണ്, കൊള്ളാത്തവനാണ്, പൊടിയാണ്, ചാരമാണെന്ന് പറയരുത്. നമ്മൾ പറയണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ഈ ഏറ്റുപറച്ചിലൂടെ നമ്മൾ പാപത്തിന് വിടുതൽ പ്രാപിക്കും. ഒന്ന് യോഹന്നാൻ 3:3 പറയുന്നുണ്ട്, ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. ഈ പ്രത്യാശയുള്ള ഏതാ? താൻ നമ്മുടെ ദൈവമക്കളാണെന്നും ദൈവത്തെ പോലെ ആകുമെന്നുമുള്ള പ്രത്യാശയുള്ളവൻ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ശക്തി നമ്മൾ വെളിപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കൂട്ടായ്മ ഇനി നാളെ മുതലുള്ള നമ്മുടെ കൂട്ടായ്മയിലുള്ള നിയോഗം, ഒന്നാമത്തെ നിയോഗം ഇതാണ്: ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ പ്രദാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഈ ദൈവത്തിന്റെ അപരിമേയമായ ശക്തി വെളിപ്പെടുവാൻ കർത്താവെ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കണം. യേശുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവെനിക്ക് തരണം, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് തരണം. യേശുവിനെ കുറിച്ച് പങ്കുവെക്കുവാൻ, യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ, യേശുവിനെ കുറിച്ച് ഗ്രഹിക്കുവാൻ, യേശുവിനെ അനുഭവിക്കുവാൻ യേശുവിന്റെ നാവായിട്ട് ഞാൻ മാറാൻ. ആമേൻ. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിലേക്ക് ഉറപ്പാണ് നിങ്ങളെ കർത്താവ് ഈ ദിവസങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു 3 പടികൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ. അത് കഴിഞ്ഞ് നാളെ മുതൽ 4, 5, 6, 7, 8 ഇങ്ങനെ പടികൾ ഉയർന്ന മഹത്വത്തിലേക്ക്, വെളിപ്പെടുന്ന മഹത്വത്തിലേക്ക്. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന്, ആ മഹത്വത്തിന്റെ സമ്പന്നതയാണ് എഫേസസ് 3:20-21 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി. ഈ മഹത്വം വെളിപ്പെടുന്ന അനുസരിച്ചാണ് നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്നത്. ഈ മഹത്വം വെളിപ്പെടണം. ഇത് പറയുമ്പോൾ എനിക്ക് വെളിപ്പെടണം. നമുക്കെല്ലാം ഒരുപോലെയാണ്, ഒന്നിച്ചാണ് നമ്മൾ ആരാധിക്കുന്നത്, ഒന്നിച്ചാണ് കർത്താവിന്റെ മഹത്വപ്പെടുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ സമയമൊക്കെ അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുകയും സുവിശേഷത്തിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഞങ്ങൾ അങ്ങ് വെളിപ്പെടുത്തുന്ന ആ വലിയ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്ത നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, കേട്ട കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് തുറക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, കഴിഞ്ഞ കാലങ്ങളിൽ പാല് കുടിച്ച് ജീവിച്ച ഇനിയും ഞങ്ങൾ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടിയിരിക്കുന്ന സമയമായി. ഇനിയും പാല് കുടിച്ചു പോകേണ്ടവരല്ല. കർത്താവെ, അതിനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ നിലപാടുകൾ, ഞങ്ങളുടെ മനോഭാവങ്ങൾ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റി കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സ്തുതിക്കാമോ? ഒരു ശക്തമായ ഒരു ഡെലിവറൻസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ.